നമസ്കാരം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെതിരെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് BJPയുടെ കാര്യകർത്താവായിട്ടുള്ള പ്രിൻറ്റു മാഷ് ചേരുകയാണ്. മാഷ് നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് മുഖ്യമായിട്ടുള്ളത്. ഏത് രീതിയിൽ കാണുന്നു ഈ ഒരു വിഷയത്തിൽ? അല്ല, തീർച്ചയായും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് ജിഹാദി സംഘങ്ങളും മുസ്ലിം ലീഗും ചില മുസ്ലിം സംഘടനകളുമൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള സാമൂഹിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ വെള്ളാപ്പള്ളി തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് വളരെ പക്വതയോടുകൂടി താൻ നിലകൊള്ളുന്ന സമുദായത്തിന് മലപ്പുറം ജില്ലയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, വ്യാവസായികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവിടുത്തെ സാമൂഹിക ശക്തിയായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് ആണ്, അല്ലെങ്കിൽ ലീഗ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക ശക്തിയും രാഷ്ട്രീയ ശക്തി ആയതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ വികസനത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ആദ്യത്തെ ഷെയർ ഹോൾഡേഴ്സായി മാറുന്നത് ലീഗുകാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അതൊരു സാമൂഹിക സത്യമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുള്ള 17 കോളേജിനകത്ത് 17 എയ്ഡഡ് കോളേജുകൾ അനുവദിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള തീയ സമുദായത്തിന് ഒരു കോളേജെങ്കിലും അനുവദിക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ന്യായമായ ഒരു ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല. കാരണം ഈ മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഈഴവ അല്ലെങ്കിൽ തീയ മാപ്പിള ഫൈറ്റിന് അതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. പുണ്യാർച്ചയുടെ കാലഘട്ടം മുതലൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ ഈ ജിഹാദി സംഘങ്ങളെ എല്ലാ കാലഘട്ടത്തിലും വലിയ രീതിയിൽ പ്രതിരോധിച്ചിട്ടുള്ളത് തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അത് ടിപ്പുവിൻ്റെ പടയോട്ടമായിക്കോട്ടെ, ഹൈദറിൻ്റെ പടയോട്ടമായിക്കോട്ടെ, മാപ്പിള ലഹളയായിക്കോട്ടെ, മാപ്പിള ലഹളയിൽ പോലും കൃത്യമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികളും പ്രതിരോധവും സൃഷ്ടിച്ചത് മലബാറിലെ തീയന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള വിരോധവും ഈ പറയുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. ഇപ്പോൾ നോക്കൂ, മലബാർ കലാപത്തിനകത്ത് ഈ ലഹളയുമായി ബന്ധപ്പെട്ടു ജിഹാദി സംഘത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചപ്പെട്ടത് ഈ തേഞ്ഞിപ്പലത്തെയും വള്ളിക്കന്നിലെ തീയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അന്ന് അവർ വളരെ മിഗ്രിയമായിട്ടാണ് അതിനുശേഷം ഈ മാപ്പിള കലാപകാരികൾ അവരെ കൊന്നു തള്ളിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഭ്രൂണം പുറത്തേക്ക് ചാടിക്കൊണ്ട് നിന്നിട്ടുള്ള മലബാർ കലാപത്തിൻ്റെ ഒരു കാഴ്ച. അതൊരു തീയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു കാര്യത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന തീയന്മാരുടെയും മാപ്പിളമാരുടെയും ഫൈറ്റിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള സാമൂഹിക, സാമുദായിക, വ്യാവസായിക ശക്തിയായിരുന്നു മലബാറിലെ തീയന്മാർ. പ്രത്യേകിച്ച് അവർ, നമുക്കറിയാമല്ലോ, നമ്മുടെ ഹോർത്തുസ് മലബാറിസ് അടക്കമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആയുർവേദ ഗ്രന്ഥത്തിനകത്ത്, ഇവിടുത്തെ സസ്യലതാദികളെക്കുറിച്ച് ഗ്രന്ഥത്തിനകത്ത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ളത് ഇ.ടി. അച്യുതനെ പോലെയുള്ള ഈഴവ തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ മലബാർ സ്പെഷ്യൽ പോലീസ് പോലെയുള്ള പോലീസിനകത്ത് 70% തീയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മളെ ഉണ്ണിയാർച്ചയുടെയും അതുപോലെ തന്നെ ചന്തുവിൻ്റെയും ആരോമിലിൻ്റെയും പുത്തൂരം വീടിൻ്റെ ഒക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രബല സമുദായമായിരുന്നു ഈഴവ തീയ സമുദായം. പക്ഷെ പിന്നീട് നടന്നിട്ടുള്ള രാഷ്ട്രീയപരമായ കേരളത്തിൽ നടന്ന മാറ്റങ്ങൾ, അവിടെ ഒരു പ്രത്യേക മതവിഭാഗം സമസ്ത സ്വത്തുക്കളും വ്യാവസായിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൈകടത്തിയിട്ട് അവർ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വിലപേശൽ ശക്തിയായി മാറിക്കൊണ്ട് സാമൂഹിക, രാഷ്ട്രീയ, വ്യാവസായിക ശക്തിയായിട്ട് മാറുന്നു. അവിടെ വളരെ രീതിയിൽ പുറകോട്ട് പോകുന്ന തീയ സമുദായത്തെയും ഈഴ സമുദായത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും മരം വെട്ടുകാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കൂലി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, തെങ്ങുകയറ്റക്കാരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന ആളുകളായിട്ട് ആ സമുദായം ഇന്ന് വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തെയാണ് വെള്ളാപ്പള്ളി വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തത്. ആ വിഷയത്തെ കാണാതെ അതിലൊരു വർഗീയ ചേരിതിരിവിനാണ് സത്യത്തിൽ മുസ്ലിം ലീഗും ജിഹാദികളും ശ്രമിച്ചത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം നമ്മൾ ചൂട്ടിപ്പാടി ഇവർ പറഞ്ഞ മലപ്പുറം മാതൃക എന്നിവർ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വംശഹത്യകൾ നടന്ന പ്രദേശങ്ങളുണ്ട്. അതിൽ ഹിന്ദു വംശഹത്യ നടന്നിട്ടുണ്ട്, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളെ, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടടക്കം നമുക്കറിയാമല്ലോ, ഈ CPM-ന്റെ താത്വികാചാര്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന
EMS നമ്പൂതിരിപ്പാടിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും മലബാർ ലഹളയിൽ കലാപകാരികളെ പേടിച്ചിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ നായർ മേനോൻ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും മലബാർ കലാപത്തിനും ടിപ്പുവിന്റെ ഒക്കെ പടയോട്ടത്തിൽ തൃശ്ശൂരിലേക്ക് വന്നവരാണ്. അതേ സമയത്ത് തന്നെ അവിടെ പ്രതിരോധിച്ച് നിന്ന സമുദായമാണ് തീയ സമുദായം. അതോടൊപ്പം തന്നെ പ്രതിരോധിച്ച് നിന്ന മറ്റൊരു സമുദായം ഉണ്ടായിരുന്നു, അത് അരയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പഠനം നടത്തി നോക്കുക. ഇപ്പൊ ബേപ്പൂർ മുതൽ പൊന്നാനിപ്പുഴ വരെയുള്ള ചാവക്കാട് വരെയുള്ള തീരദേശ മേഖല, ആ തീരദേശ മേഖലയിലെ കടപ്പുറങ്ങളുടെ ഒക്കെ പേര് അരയൻ കടപ്പുറം, കോർമൻ കടപ്പുറം, പട്ടനടക്കാവ് തുടങ്ങിയിട്ടുള്ള ഹിന്ദു പേരുകളാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു അരയ സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വംശഹത്യ ഉന്മൂലമാക്കി മതപരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവിടെ നിന്ന് മലപ്പുറം ജില്ലയിൽ നിഷ്കാഷനം ചെയ്തവരാണ് ഇപ്പോൾ വലിയ രീതിയിൽ മലപ്പുറം മാതൃക പറയുന്നത്. ഇവർ കഴിക്കുന്ന ഫുഡ് കൊടുക്കുക എന്നുള്ളല്ലോ, ഭക്ഷണം കൊടുക്കുക എന്നല്ല. ഇവർ പറയുന്നത് മലപ്പുറം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ബിരിയാണി കിട്ടുന്ന, ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മാറുകയോ? വിദ്യാഭ്യാസപരമായ പുരോഗതി വേണം, വ്യാവസായികമായ പുരോഗതി വേണം, അതോടൊപ്പം തന്നെ സാമൂഹിക പുരോഗതി വേണം, അതോടൊപ്പം തന്നെ ഇവിടെ ജനാധിപത്യത്തിലുള്ള പ്രാതിനിധ്യവും കൂടി ഒരു ഘടകമാണ്. ഇപ്പൊ മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട തീയ സമുദായത്തിൽപ്പെട്ട ഒരു MLA പോലും മലപ്പുറം ജില്ലയുടെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ എങ്ങനെയാണ് സാമൂഹിക നീതി കിട്ടിയെന്ന് പറയുക? അപ്പോൾ എല്ലാ അർത്ഥത്തിലും സാമൂഹിക നീതി അവിടെ ഒരു പ്രശ്നമായി മാറുന്നു. അതോടൊപ്പം തന്നെ OBC സംവരണം ഇവിടെ നിഷ്കാസനം ചെയ്തിട്ടുള്ളത്, ഉറപ്പുവരുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈഴവ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ OBC സംവരണം പോലും മുസ്ലിം സമുദായം അവിടെ നിന്ന് തട്ടിയെടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ മതത്തിന്റെ പേരിലുള്ള സംവരണം കിട്ടുന്നു, മതത്തിന്റെ പേരിൽ ആനുകൂല്യം കിട്ടുന്നു. OBC സംവരണം പോലും തീയ സമുദായത്തിന് കിട്ടേണ്ട സംവരണം പോലും അടിച്ചു മാറ്റപ്പെടുന്ന സമയത്ത് സാമൂഹിക നീതിയെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അദ്ദേഹത്തെ അതിൽ ഉറഞ്ഞു തള്ളുകയല്ല ചെയ്യേണ്ടത്. അവിടെ കൃത്യമായിട്ടുള്ള സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ പഠനം നടത്തി അന്വേഷണ കമ്മീഷനെ വെച്ച് അവിടുത്തെ ഹിന്ദു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അതിനനുസൃതമായ നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു വെള്ളാപ്പള്ളിയെ നടേശനെ പോലെയുള്ള ഒരാൾ അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളുടെ പ്രസക്തിയെയാണ് സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഈഴവ സമൂഹം പൂർണ്ണമായിട്ടും സംഘടിതമായിട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ നോക്കൂ, ഇപ്പം ഈഴവ സമുദായത്തിന് കൃത്യമായിട്ടൊരു നേതാവുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ട്. സമുദായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരുടെയും ശത്രുവായിട്ട് മാറിയിട്ടുള്ളത്. നമുക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നുള്ളത് തന്നെ ഒരു സാമുദായിക നേതാവിന്റെ പ്രവർത്തനം. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള SNDP യോഗം പോലെ, SNDP യോഗം എന്തിനാണ് നിലകൊള്ളുന്നത്? ഈഴവ സമുദായത്തിന്റെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ശാക്തീകരണം, സാമൂഹികവും സാമുദായിക വിദ്യാഭ്യാസപരമായ ശാക്തീകരണമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈഴവ സമുദായം തീയ സമുദായം വളരെ പുരോഗതിയിൽ പുറകോട്ടാണ്. ഒരു പക്ഷേ ഗുരുദേവന്റെ ഒക്കെ പ്രയത്നം കൊണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ അങ്ങോട്ട്, ഇപ്പോൾ എറണാകുളം ആയിക്കോട്ടെ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഈഴവ സമുദായം കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായ പുരോഗതി നേടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും മലബാർ മേഖലയിൽ വളരെ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിപ്പിടിക്കുന്ന അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയത്തെ വർഗീയമായിട്ടുള്ള ചേരിതിരിവായിട്ടുള്ള കാണേണ്ടത്. അതേ ഇവിടെ സാമൂഹിക അസന്തുലിതാവസ്ഥയുണ്ട്. സംഘടിതമായ ന്യൂനപക്ഷം അവിടെ അധികാരം ഉപയോഗിക്കുന്നു. അവരുടെ ജനസംഖ്യാപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് അവർ അനർഹമായ നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്ന വിഷയത്തിലെ പ്രസക്തി കാലിക പ്രസക്തി ഉള്ളതാണ്. അത് സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2016 ആദിവാസി മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വലിയൊരു പ്രക്ഷോഭ ജാഥ അദ്ദേഹം നയിച്ചു. അത് നയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇവിടുത്തെ UDF-കാർ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ശ്രമിക്കുന്നത് UDF-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് പിന്നോക്ക ജാതിക്കാർ മാറുന്നു. പ്രത്യേകിച്ച് LDF-ന്റെ ഇപ്പൊ LDF-ന്റെ ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരുമായിട്ട് മാത്രം കാലം കഴിക്കാനുള്ളതല്ല ഈഴവ ജനത. അപ്പൊ പൊതുവെ മലബാർ മേഖലയിൽ അതാണ് കാണുന്നത്. അപ്പൊ ഈഴവ സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടി LDF-ഉം UDF-ഉം യാതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, MP-മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പട്ടിക പരിശോധിച്ചാൽ ഈഴവ സമുദായത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJP മാത്രമാണ്. LDF-ഉം നൽകുന്നില്ല, UDF-ഉം നൽകുന്നില്ല. ഇപ്പൊ മലപ്പുറം നമ്മുടെ കേരള നിയമസഭയിൽ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു MLA പോലും UDF-നില്ല, അതേ സമുദായത്തിൽപ്പെട്ട ഒരു MLA പോലും UDF-നില്ല. അപ്പൊ ഇവരെങ്ങനെയാണ് സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും കൂടുതൽ സംഘടിതമായിട്ടുള്ള ഈഴവ വോട്ട് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന പ്രസ്ഥാനമാണ് CPM. CPM-നകത്ത് എത്ര ഈഴവ MLA-മാരുണ്ട്, എത്ര ഈഴവ MP-മാരുണ്ട്, എത്ര ഈഴവ നേതാക്കന്മാരുണ്ട്. ആഫ്റ്റർ പിണറായി വിജയന് ശേഷം ഈഴവ സമുദായം അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. അവിടെയാണ് സാമൂഹിക നീതിയെ പ്രസക്തിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്.